ഇതാണ് ടി ടി ജിസ്മോൻ കേരളത്തിലെ ഒരു ശരാശരി വീട്ടമ്മ ഏറ്റവും മാന്യമായ ഭാഷയിൽ 2016 മുതൽ 2024 വരെ അവരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റി ഇത് വിശദീകരിച്ചത്. ഈ വിശദീകരണത്തിന് മുന്നിൽ നവകേരള സദസ്സിന്റെ പ്രഖ്യാപനമോ കേരളീയമോ ഒന്നും നിലനിൽക്കില്ല. രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെ പട്ടിണിയിലാവുന്ന കുടുംബത്തിന്റെ കൂടി രക്ഷാപ്രവർത്തന ദൗത്യം ഏറ്റെടുത്തെങ്കിൽ എന്ന് നമ്മളൊക്കെ ആലോചിച്ചു പോകുന്ന നിമിഷമാണ് ജിസ്മോൻ. അതുപോലെ തന്നെ ഒരു നിമിഷം തിരിച്ചു വരാം, ജിസ്മോന്റെ മറുപടി കേട്ടുവരാം. തീർച്ചയായിട്ടും ആ വീട്ടമ്മ പങ്കുവച്ച ആശങ്കയെ ഞാൻ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. കാരണം എങ്ങനെയാണ് ആ വീട്ടമ്മ ഇത്തരത്തിൽ ഈ വിലവർധനം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിച്ചത്? 2014 മുതൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയസമീപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിലക്കയറ്റം സൃഷ്ടിക്കുന്ന നയസമീപനമാണ്. ഇപ്പോൾ കർഷകരെ കുറിച്ചെല്ലാം പറഞ്ഞു. ബിജെപിയുടെ പ്രതിനിധി പറയുകയുണ്ടായി. ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന സമരം ഈ രാജ്യത്ത് ബിജെപി ഭരിക്കുമ്പോഴല്ലാതെ ഇത്രയധികം ലക്ഷക്കണക്കിന് കർഷകർ ഈ രാജ്യത്തെ അന്നം മുട്ടുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ കൃഷി ചെയ്യുന്ന കർഷകർ ചെയ്യേണ്ട ഒരു തമിഴ്നാട്ടിലെ സബ്സിഡി കൂട്ടുകയാണല്ലോ ചെയ്യുന്നത്, അവിടെ സബ്സിഡി കുറയ്ക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് തമിഴ്നാട് സർക്കാർ എന്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരായി വലിയ സമരവുമായി മുന്നോട്ട് പോകുന്നത്? തമിഴ്നാട് സർക്കാർ മുന്നോട്ട് പോകുന്നത്, കർണാടക സർക്കാർ മുന്നോട്ട് പോകുന്നു, കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി സമരവുമായി മുന്നോട്ട് പോകുന്നു. കാരണം ബി ജെ പി ഇതര ഗവൺമെന്റുകളെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന സമീപനങ്ങൾ, വായ്പ എടുക്കാൻ പോലും അനുവദിക്കാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. നേരത്തെ UDFന്റെ പ്രതിനിധി ഷിബു മീരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഇവിടെ പരസ്യമായിട്ടെങ്കിലും അംഗീകരിച്ചു കേരളത്തെ സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെന്റ് അവഗണിക്കുന്നു എന്ന് അദ്ദേഹം പരസ്യമായി ഈ ചാനൽ ചർച്ചയിൽ അംഗീകരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, കഴിഞ്ഞ 5 വർഷക്കാലമായി ഇപ്പൊ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, ഈ കേരളത്തോട് ഇത്ര വലിയ അവഗണന നടക്കുമ്പോൾ 18 MPമാർ UDFന്റെ MPമാരുണ്ടായിരുന്നു. നിങ്ങൾ ആ UDFന്റെ MPമാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ കേരളത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനക്കെതിരായി ചർച്ച ചെയ്ത് ചോദിച്ച ഉത്തരങ്ങളാണ്. അതിനൊന്നും ഇനി മറുപടിയില്ല. കാരണം 2022 ശേഷമാണ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം ഇത്ര രീതിയിൽ അവഗണിക്കുന്നു എന്ന രീതിയിൽ ഒരു നിലപാട് തന്നെ ഈ സർക്കാർ എടുക്കുന്നത്. പ്രമേയം പാസ്സാക്കുന്നത് തന്നെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ്. അതുകൊണ്ട് UDFന്റെ MPമാർ എന്താണ് പാർലമെന്റിൽ എന്നല്ലല്ലോ പറയേണ്ടത്. സപ്ലൈകോ ഭരിക്കുന്നത് MPമാരല്ലല്ലോ, സപ്ലൈകോ ഭരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ലേ, സപ്ലൈകോ ഭരിക്കുന്നത് GR അനിലല്ലേ, GR അനിൽ CPI അല്ലേ, അത് MLA അല്ലേ. അപ്പോൾ സപ്ലൈകോയുടെ നയപരിപാടികളുമായി ബന്ധപ്പെട്ട് ഇനി MPമാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? നടത്താൻ ശേഷിയില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം, അതാണ് ബാക്കി. അല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയുന്നതിന് എനിക്ക് സമയം തന്നു കഴിഞ്ഞാൽ ഞാൻ ക്ലിയർ ചെയ്യാം. അരുൺകുമാർ പറയുന്നത് പോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സഹായം വെച്ച് മാത്രം കേരളത്തിൽ പ്രവർത്തിക്കുന്നതാണോ കേരളത്തിലെ സിവിൽ സപ്ലൈസ് വകുപ്പ്? അതാണ് അരുൺകുമാർ കൃത്യമായി ഈ ചർച്ചയ്ക്കകത്ത് ഉന്നയിക്കേണ്ട വിഷയം. അതൊന്നുമല്ല. 13 ഇനം സാധനങ്ങൾ ഈ വിലക്ക് കൊടുക്കുവാൻ ഒരു കേന്ദ്രവും പറഞ്ഞിട്ടില്ല. കേന്ദ്രം അതിന് സബ്സിഡി നൽകുന്നില്ല. പിന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് ജിസ്മോൻ? ഈ കേരളത്തിന് ഈ സബ്സിഡി അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചു, എന്നോട് പറഞ്ഞു കേന്ദ്രം ഒന്നും കൊടുക്കാനില്ല, സിവിൽ സപ്ലൈസിന് ഒന്നും കൊടുക്കാനില്ല എന്ന് പറയുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. അപ്പൊ കേരളത്തിന് ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെടും. ഇപ്പൊ പെൻഷന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് 18 മാസം 600 രൂപ കുടിശ്ശികിട്ടവരാണ് ഇപ്പോൾ 1600 രൂപ പെൻഷൻ. ആ കണക്ക് തെറ്റാണെന്ന് നിയമസഭയിൽ തന്നെ പിന്നീട് രേഖകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. 18% മൊത്തത്തിലുണ്ടായിരുന്നില്ല എന്ന കണക്ക് വന്നതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയമെടുക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷേ ടി ജിസ്മോൻ ഒരു കാര്യം വളരെ വ്യക്തമാണ്, വളരെ സിമ്പിളായി ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. സപ്ലൈകോ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലാതിരിക്കെ സപ്ലൈകോയിൽ ഒരു വിലവർധന വരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് കാര്യം? മാത്രവുമല്ല, 7.5 വർഷത്തെ ന്യായീകരണം പറയുമ്പോൾ ഈ സർക്കാർ വന്ന് 2.5 വർഷമാകുമ്പോഴേക്കും മുളകിന്റെ എങ്കിലും വില 100% മുകളിലേക്ക് പോവുകയാണ്. ഒരു വീട്ടമ്മ, പെൻഷൻ കിട്ടാത്ത ഒരു വീട്ടമ്മയ്ക്ക് ഇനി നിങ്ങൾ മാവേലി സ്റ്റോറിൽ പോയാൽ ഇരട്ടി വില കൊടുത്താലേ മുളവെടുത്ത് കറി വയ്ക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ ആ വീട്ടമ്മ എങ്ങനെ വിശ്വസിക്കണം ഈ സർക്കാരിന്? ഈ ചർച്ചയുടെ തുടക്കം മുതൽ അരുണെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് സിവിൽ സപ്ലൈസിന്റെ കേന്ദ്രവിഹിതമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിന് നൽകാനുള്ള വിവിധ ഘട്ടങ്ങളിൽ നൽകാനുള്ള റവന്യൂ കമ്മി വിഹിതമാണെങ്കിലും GST വിഹിതമാണെങ്കിലും കേരളത്തിന് ലഭിക്കാനുള്ള വിഹിതം കിട്ടിയെങ്കിൽ മാത്രമേ
കേരളത്തിന് ലഭിക്കാനുള്ള വിഹിതമൊന്നും ഇല്ല സാർ. അത് പൊതുവായി എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രവും കൂടെ ഒരുമിച്ചിരുന്ന് ഇനി GST കൗൺസിൽ അങ്ങനെ വിഹിതം വേണമെന്നൊരു നിയമം ഉണ്ടാക്കിയാൽ മാത്രമേ ആ വിഹിതത്തിൽ നിയമപരമായി നമുക്ക് അവകാശമുള്ളൂ. നിയമപരമായി നമ്മുടെ അവകാശം അവസാനിച്ചിട്ട് വർഷം ഒന്നായി. അതിനെയും മനസ്സിലാക്കാതെ ജനങ്ങളെ പറ്റിക്കരുത് ശ്രീ ടി ജിസ്മോൻ. അതുകൊണ്ട് GST വിഹിതം കിട്ടിയിട്ട് ഇനി സപ്ലൈകോ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പെൻഷൻ കൊടുക്കാനുണ്ട്. ആ പെൻഷൻ കൊടുക്കാൻ ഈ സഹായ കൺസോർഷ്യത്തിൽ നിന്ന് എടുക്കാൻ പോകുന്നു 2000 കോടി എന്ന് കേൾക്കുന്നു. ഇന്നിപ്പോ ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് CAG-യുടെ. കിഫ്ബിയും പെൻഷൻ ഫണ്ടും ഒന്നും അതിന്റെ ബാധ്യത സംസ്ഥാന സർക്കാർ തന്നെ പേരണം എന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ ആ കണക്കൊന്നും നിലനിൽക്കുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സാധാരണ ജനങ്ങളെ പരീക്ഷിക്കുന്ന തീരുമാനമായി പോയി എന്ന് പറയാൻ നിവൃത്തിയില്ല ജിസ്മോ. സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധി കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. Debate with Arun Kumar.